മീറ്റിംഗിൽ സ്പീക്കപ്പ് ചെയ്യാൻ കഴിയാതെ ഇൻവിസിബിൾ ആയി പോകുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഇതിന്റെ ഒരു സൊല്യൂഷൻ പാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സൊല്യൂഷൻ സ്റ്റെപ്പ് അപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സംസാരിക്കാതിരിക്കുന്ന സിറ്റുവേഷൻ നിന്ന് മാറി അങ്ങോട്ട് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് ബുദ്ധിമുട്ടാവുന്നത് കൊണ്ടാണ് പലപ്പോഴും ചെയ്യാത്തത്. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ പാർട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു പ്രാക്ടീസോട് കൂടിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു സ്പോർട്സ് ആക്ടിവിറ്റി ആണെങ്കിൽ ഒരു ഒരു ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു മാരത്തോൺ ഓടുന്ന ഒരാൾ, അല്ലെങ്കിൽ എന്ത് സ്പോർട്സ് ആക്ടിവിറ്റി ആവട്ടെ, എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു പ്രാക്ടീസോട് കൂടിയിട്ടാണ് ഇറങ്ങുക. ഒരു പ്രാക്ടീസിങ് മെയിൻ ഗ്രൗണ്ടിലല്ലാത്ത സമയത്ത് ഒരു പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇറങ്ങുക. നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഒരു ബോർഡ് റൂം മീറ്റിംഗിൽ സംസാരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു പ്രാക്ടീസ് ഔട്ട് സൈഡിൽ നിന്ന് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഏത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ഒരു ഹൈറാർക്കി വരുന്ന സമയത്ത് സംസാരിക്കാൻ കഴിയില്ല, എന്നാൽ ഇൻഫോർമൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത് സംസാരിക്കാൻ കഴിയാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിന് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇങ്ങനെ ഫോർമൽ സിറ്റുവേഷൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ പല പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകും. ഒരു ട്രെയിനിങ് ഫീൽഡിലാണെങ്കിൽ അതിൻ്റെ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ IAF, ഇന്റർനാഷണൽ അസോസിയേഷൻ ഫെസിലിറ്റേറ്റേഴ്സ് ആണെങ്കിൽ അവർക്ക് ആ ഒരു മേഖല ഉണ്ടാവും. അല്ലെങ്കിൽ JCI പോലുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും, ലേൺസ് ക്ലബ്ബ് ഉണ്ടാവും. അങ്ങനെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും. അങ്ങനെ ഏത് മേഖലയിലാണ്, ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും, ടീച്ചേഴ്സിനാണെങ്കിൽ അതിൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ടാവും. അങ്ങനെ നമ്മുടെ മേഖലയിൽ ഇപ്പോൾ ബിസിനസ് ആണെങ്കിൽ BNI പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മേഖല ഏതാണോ ആ മേഖലയിലുള്ള ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസ് നമുക്ക് ചേരാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് കണ്ടെത്തുക. അപ്പോൾ അവിടെ ഫോർമൽ സിറ്റുവേഷൻസ് ഒരുപാടുണ്ടാവും. അപ്പോൾ അത്തരം സിറ്റുവേഷനുകളിൽ നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മൾ സംസാരിക്കുക, സ്പീക്കപ്പ് ചെയ്യുക, അതിൽ പാർട്ടാവുക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ തന്നെ സ്വയം ശ്രമിക്കുക എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ സ്വയം ശ്രമിച്ചാൽ തന്നെ ശരിയാവും. അഥവാ എനിക്ക് സ്പീക്കപ്പ് ചെയ്യാൻ മടിയാണെന്ന് എനിക്കറിയാം, ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, പക്ഷെ ആ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നീട് വെയിറ്റ് ചെയ്യാതെ അപ്പോൾ തന്നെ സംസാരിക്കുക എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും അതിന് കഴിയാത്ത സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുക കോച്ചിങ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം പലപ്പോഴും കോച്ചിങ് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ കോച്ചിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണറെ കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെങ്കിൽ പ്രസന്റേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യമുള്ള മറ്റാളുകളുണ്ടാവും. അപ്പോൾ അവരുമായിട്ടൊന്ന് കമ്പനി ആവുക, രണ്ടുപേരും കൂടെ ഒരുമിച്ച് ശ്രമിക്കുക, അതിൻ്റെ പ്ലാറ്റ്ഫോമുകളിൽ വർക്ക് ചെയ്യുക, അത് പരസ്പരം ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അക്കൗണ്ടബിലിറ്റി പാർട്ണർഷിപ്പ് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ അക്കൗണ്ടബിലിറ്റി പാർട്ണർഷിപ്പ് എടുക്കുക, കോച്ചിങ് എടുക്കുക, മെൻറ്ററിങ് എടുക്കുക. ഈ മേഖലയിൽ വെരി സ്പെസിഫിക് ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന മേഖലകളുണ്ടാവും. അത്തരം ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യുക, നമ്മൾ സ്റ്റെപ്പ് ചെയ്യുക, അതിൽ വർക്ക് ചെയ്യുക, നമ്മുടെ സെൽഫിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് പറയാനുള്ളത്.